ഈ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് കുറെ ആൾക്കാർ അയച്ചതിട്ടുണ്ടായിരുന്നു ഇതുപോലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ പിടിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ കണ്ണൂർ ഭാഷ കേൾക്കാൻ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കണ്ണൂർ മറന്നുപോയി. അതായത് ഞാൻ കണ്ണൂരുകാരിയാണ്, പക്ഷെ 5 വർഷം മാറി ഇരുന്നപ്പോൾ കണ്ണൂർ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണാൻ നമുക്ക് കിട്ടുന്നത് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുക, നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ ആ തീരുമാനത്തെ എങ്ങനെ ഇപ്പൊ കാണണേ? എത്രത്തോളം സന്തോഷമുണ്ട്? ഭയങ്കര സ്പീഡ് നമ്മളെ വർത്താനം. ഭയങ്കര സ്പീഡ് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവും പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന കുറെ സ്ലോഹിൽ പറയുന്നത് സ്പീഡ് കുറച്ച് പറയും. ഇങ്ങനെ നമ്മൾ പറയുന്നത് തിരിയില്ല. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായി. നമ്മൾ ആദ്യം ഇപ്പൊ നമ്മൾ കുറച്ച് സ്ലോഹിതെന്ന് പറയുന്നത്. നമ്മൾ വീടിനെല്ലാം പറയുന്ന പോലെയാണെങ്കിൽ ആടെ പറയുന്നില്ല. അത് ദൂരത്തായാലും നമുക്ക് തന്നെ ചിലപ്പോ എന്ന് വെച്ചാല് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ അത് ഒരു വാക്കും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പക്ഷെ അതിനൊരു സൗന്ദര്യം, ഒരു ഭാഷയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. ഞാൻ അന്നേരം എറണാകുളം ഭാഗത്താണല്ലോ യൂട്യൂബിൽ അധികം ആൾക്കാർ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനോട് പറഞ്ഞ് അങ്ങോട്ടുള്ള ഹലോ ഗെയ്സ് അങ്ങനത്തെ എല്ലാം സംസാരമില്ല. അങ്ങനെ പറയുന്നത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളും പറഞ്ഞു, നിന്നെ വർത്താനം പറയുന്ന ഒന്നും തിരിയുന്നില്ല, മനസ്സിലാവില്ല എന്നാ അവര് പറഞ്ഞത്, തിരിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ട്രൈ ആക്കി മാറ്റാൻ വേണ്ടി. ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് ഹലോ ഗെയ്സ് അല്ലേ, ഹലോ ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇന്ന സ്ഥലത്താണ് തെറ്റി. അപ്പോഴേ സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പോഴേ കട്ടാക്കി ഒന്നുകൂടി. അപ്പൊ ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉള്ളത്, ഇതാ ഇവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ പറയാൻ കിട്ടുന്നുണ്ടായി. അപ്പോ കവിയെല്ലാം പറഞ്ഞു, എന്ന് ഈ പറയുന്നത് നാടകം. അപ്പൊ ഞാൻ മതി, എന്നെ തിരിയിട്ട് വെച്ചിട്ട് നമ്മളെ പോലെ പറഞ്ഞു. ഇപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എല്ലാ ഭാഷ, അത് വേറെ ഭാഷ, കാസർഗോഡ് ഭാഷ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തിരിയുന്നില്ല. അതിങ്ങനെ കൗതുകത്തോടെ നമ്മൾ നോക്കുന്നില്ല. ഓരോ ഭാഷയ്ക്ക് ഓരോ സൗന്ദര്യം. അതെ. ഈ ഒരു സമയത്ത് ഓണം, വിഷു എന്നൊക്കെ പറയുമ്പോൾ ബിജുചേട്ടന്റെ എഴുതിയിട്ടുള്ള ഒരു സ്കിറ്റ് നാട്ടില് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തില്. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാ? നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം പക്ഷെ നമ്മൾ കളിച്ചിട്ടുണ്ടായി. ഈ വർഷം അങ്ങനെ സ്റ്റേജ് അങ്ങനെ ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പൊതുവെ കലാപരിപാടിയെല്ലാം സ്പീഡായല്ലോ എല്ലാവരും. അല്ലെങ്കിൽ സ്റ്റേജ് ഇട്ട് ഇടയിൽ നമ്മൾ കളിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു തെയ്യത്തിന് ഞാനൊരു സുഹൃത്തും കൂടി അക്ഷയും കൂടി ഇവിടെ കളിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ സുഹൃത്തുക്കളുണ്ട് കളിക്കുന്നത്, അവരെല്ലാം നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഇപ്രാവശ്യം നമ്മൾ രണ്ടാളും പ്ലാൻ ചെയ്തു, ഞാൻ അക്ഷയും കൂടി പ്ലാൻ ചെയ്തു. പക്ഷേ എങ്കിൽ ഒരുപാട് പരിപാടി ഒറ്റ കലാ സ്റ്റേജിൽ നിന്ന് കിട്ടാതുകൊണ്ടായിരിക്കും. എനിക്കൊന്ന് 100ഓളം പരിപാടി ഓൾറെഡി അന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വന്നോന്ന് പറഞ്ഞു. പക്ഷെ പാട് പരിപാടി ഉണ്ട്. പിന്നെ അവനെന്തോ തൊണ്ടക്ക് എന്നൊരു ഇതായി അങ്ങനെ ഇതായി നമ്മളത് വിട്ടി അതിൽ ചെയ്യാൻ ഭയങ്കര ഒരു സന്തോഷമാണ് ചെയ്യുന്നത്. സ്റ്റേജ് മുമ്പിൽ പോയിട്ട് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ തന്നെ എഴുതിയൊരു സാധനം നമ്മളത് കുറച്ച് ദിവസം റിഹേഴ്സൽ എടുത്ത് അവിടെ പോയി കളിക്കുക. അതായിരുന്നു പണ്ടത്തെ നമ്മളെ സന്തോഷം അറിയാം. അപ്പൊ ഇപ്പൊ അത് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്റ്റേജിൽ പോയിട്ട് അപ്പം തന്നെ നമുക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരു ചിരിയായാലും കയ്യടിയായാലും ആപ്രിസിയേഷനായാലും ഭയങ്കര സന്തോഷമാണ്. എനിക്കതാ ഫസ്റ്റ് സീറ്റ് എവിടെ സ്കിറ്റ് ഉണ്ടെങ്കിലും അമ്മ അവിടെ വരുന്ന കേട്ടിട്ടുണ്ട്. അതെന്താ ഇത്ര ഇത് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അത് വിചാരണ മാത്രല്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളെങ്കിലും കൈയടിക്കണ്ടേ? എന്തുകൊണ്ടമ്മ ആളുടെ സ്കിറ്റ് എവിടെയായാലും പോയിരുന്ന് കാണും? നാടകം എന്തുകൊണ്ടമ്മ ഭയങ്കര ഇഷ്ടമാണ്? ആള് നന്നായിട്ട് അഭിനയിക്കും, അങ്ങനെ ഒരു കഴിവുണ്ട് നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഇതിലെങ്കിലും ഇവ ശരിയാവാൻ നോക്കാൻ വേണ്ടി അല്ല, അഭിനയിച്ചിട്ടൊന്നും ശീലമില്ല മോളെ. എങ്കിലും എനിക്ക് ഇതിലെ കാണാന് നല്ലൊരു ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഒരു കഷ്ണം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് നോക്കണം, ഒന്നെടുത്ത് അതിൻ്റെ വലിയ അക്ഷരം ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെ ഒരിഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ കാണാൻ പോവും, കാണും. അതിൽ ഞാൻ പങ്കെടുക്കാൻ പറ്റുന്നതല്ലേ ഞാൻ പങ്കെടുക്കും. അങ്ങനെ ആ ഒരിഷ്ടം ഇന്നും അന്നും ഇന്നും ഒരേപോലെ കൊണ്ട് നടക്കുന്ന. ഇപ്പം പിന്നെ കുറച്ച് പ്രായമായി എനക്കിനി അങ്ങനെ പോകാനൊന്നും എല്ലാ സ്ഥലത്തും കഴിയൊന്നുമില്ല. എന്നാലും പക്ഷെ അമ്മയുടെ കഴിവായിരിക്കും ചിലപ്പോ ടീച്ചറിനെ കിട്ടിയത് കേട്ടോ. അമ്മയുടെ ടാലന്റ് ഒക്കെ ചിലപ്പോ കിട്ടിക്കാണും. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടില്ല അഭിനയം അങ്ങനത്തെ ഒന്നും വലിയ ഇതില്ല. എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിയേറ്റീവ് ആയിട്ട് അങ്ങനെ അതാ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിജുചേട്ടന്റെ ഇതിൽ നിന്ന് നമുക്ക് സിനിമ പ്രതീക്ഷിക്കാവോ? കാരണം ഡയറക്ഷൻ എല്ലാം ഞാൻ ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് അങ്ങനെ പ്രതീക്ഷിക്കാവോ ചേച്ചി? ബിജുചേട്ടനിൽ നിന്നൊരു സിനിമ മലയാളികൾക്ക് പ്രതീക്ഷിക്കാന് പറഞ്ഞു. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇന്നലെ നമ്മള് വാഴ സിനിമ പോയി. ഓരോ പ്രാവശ്യം ഓരോ പുതിയ ഭയങ്കര സന്തോഷം. ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഞങ്ങളും
ഒരു നാൾ അല്ലേ? ഓ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എക്സ്ക്ലൂസീവ് ആയിട്ട്. എപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാം സിനിമ? ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എന്നാലും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൻ്റെ അടുത്ത്, ഇങ്ങനെ ഞാൻ ഇത് സിനിമയിൽ ആഗ്രഹം പറഞ്ഞു ഇങ്ങനെയായിരുന്നു. അപ്പോൾ അവർ ഇപ്പം ഇറങ്ങുന്നതൊരു ഇങ്ങനെ നല്ല രീതിയിൽ പോകുമ്പോൾ ഇതാഗ്രഹമില്ല കൊണ്ട് ഞാൻ അവരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു യൂട്യൂബിനെ മാനേജ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നാൾ കഴിയട്ടെ എന്നല്ല ഇങ്ങനെ വെയിറ്റ് ചെയ്യാലോ, ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ സിനിമ ചെയ്യുകയാണെങ്കിൽ കാസ്റ്റ് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആയിരിക്കോ അതോ പുറത്തുനിന്ന് നടന്മാർ മനസ്സിലുണ്ടോ? അങ്ങനെ ഓൾറെഡി കഥകൾ എഴുതിയുണ്ട്. ഞാൻ 1-2 കുറച്ച് വലിയ വലിയ സ്ഥലത്ത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഓക്കെയാണ്. ആ ഇപ്പൊ തന്നെ കഥ കേട്ടപ്പോൾ അവര് ഹാപ്പിയാണ് അവർ കഥ, അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളെപ്പോ എന്നുള്ളത് വരുമായിരിക്കും അല്ലേ? ഞങ്ങളും കാത്തിരിക്കുകയാണോ. സോ ഹാപ്പി. ഇപ്പം ഫുൾ ടൈം യൂട്യൂബ് ചാനലായിട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞൊരു ആഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ അതിലൊരു 100% ഇടണം. അസൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് പതിയെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹത്തിലേക്ക് പോകുമ്പോൾ യൂട്യൂബ് ചാനൽ പതിയെ ഒന്ന് മാറ്റി വെക്കോ? ഇല്ല, അതൊരിക്കലും. യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ്. അതിൽ ഓരോരോ ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അവരുമായിട്ടൊരു ഇപ്പം നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മളെ ആൾക്കാർ സ്നേഹത്തോടെ വരുന്നത് ചില അത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും ചെയ്യണം എന്ന് കണ്ടിട്ട് വേണ്ടി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളൊരു ലോകം, അതെന്തായാലും ചെയ്യും. പക്ഷെ സിനിമ ഒരു ആഗ്രഹമാണ്, അതും ചെയ്യണം. പക്ഷേ ഇവർക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ കവിയൊറ്റയ്ക്ക് ചെയ്യൂലേ, അങ്ങനെ അന്നെ വിടുമല്ലോ. നമ്മള് സിനിമക്ക് പോകുമ്പോൾ എറണാകുളത്തെല്ലാം പോയിട്ട് വിചാരിച്ചു ഇന്നാളെല്ലാം ഇങ്ങനെ ഓക്കെ ആയെന്നെല്ലാം പറയുന്ന സമയത്ത് തന്നെ സിനിമക്ക് പോയാൽ വിചാരിച്ചു അങ്ങ് പോകും, പിന്നെ തിരക്കാവും, അങ്ങനെയെല്ലാം പാർട്ടിയില്ലേ. അന്നെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നിരൂപിച്ചാൽ മതി. അങ്ങനെയല്ല വേണ്ട ചേട്ടാ പോകണ്ട. സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള മൊമെന്റ് എല്ലാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തിരക്കായി പോകുന്നില്ല പേടിയോണ്ട് പുള്ളി ആളത് ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയായിട്ട് പോയി പിന്നെ കാണാനേ ഇല്ല, ഞാൻ ഇവളെയും കൂടി കൂട്ടിയിട്ടേ പോകാൻ അന്നേരം പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ എത്തിയാലാണ്. എന്തായാലും കഥയെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോ അങ്ങ് ചെയ്യാനായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ പോയി ചെയ്യാം. എന്നാലും അതിന്റെ സൈഡിലോട്ട് ആ വീഡിയോ എടുക്കുന്നതായിട്ട് നമുക്ക് എല്ലാം എടുക്കാൻ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഇതില്ല സിനിമയെല്ലാം അങ്ങനെയല്ലേ, കുറെ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കേണ്ട ഒരു ഭാഗ്യമാണ്. അത് എന്തുണ്ടാന്ന് പറഞ്ഞിട്ടല്ല, അത് നടക്കേണ്ട ഒരു സമയം ഇതെല്ലാം ഉണ്ട്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല മുൻകൂട്ടിയിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് താമസിച്ചിട്ട്, പക്ഷെ എന്തായാലും ഒരു ദിവസം നമ്മൾ കാണുന്ന ടാക്കീസിൽ അതിന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നില്ല, അതിന്റെ ഒരു ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് മേക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്. ഞങ്ങളും കാണാൻ ആഗ്രഹിക്കുകയാണ് ബിഗ് സ്ക്രീനിൽ. കാരണം യൂട്യൂബിൽ ഇത്രയധികം റീൽസിന് ഇത്രയും വ്യൂ കോണ്ടന്റ് ഞങ്ങൾ അത്രയധികം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇത്രയധികം വ്യൂസ് വരുമ്പോൾ തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കാരണം നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റാണ് ആളുകൾ ഇത്രയധികം കാണുന്നതും അതിലെപ്പോഴും ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉൾക്കൊള്ളിക്കാറുമുണ്ട്. അതും ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞങ്ങൾ ഈ നാടകം ഇതെല്ലാം സ്റ്റേജിൽ കളിക്കുന്നുണ്ട്. നമുക്ക് ഈ കളിച്ചുകൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരെ ഇത് പ്ലാൻ ഇങ്ങനെ ഇവരെ മനസ്സിൽ നമുക്ക് തിരിയും. അവർ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടിയുള്ളവരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കഥയൊന്ന് നമ്മൾ തന്നെ ഒരു ഡയലോഗെല്ലാം മാറ്റി കുറച്ച് കോമഡിയെല്ലാം കയറ്റി അത് അങ്ങനെയാണോ അവരിയ്ക്കും. അതിൻ്റെ ഒരു ഇത് നമുക്ക് സ്റ്റേജിൽ ചെയ്യുന്നത് നമുക്ക് ഏകദേശം പൾസ് അറിയലുണ്ട്. അതുകൊണ്ട് നമ്മൾ കഥയും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അതായിരിക്കും ഇഷ്ടപ്പെടുന്ന ആ തരത്തിലേക്ക് പോകും. ഓരോ സിനിമയും ടാക്കീസിൽ നമ്മൾ കാണാൻ പോകുമ്പോൾ ഞാനിങ്ങനെ എല്ലാ സിനിമക്കും പോകും. ഞാൻ ഇങ്ങനെ സിനിമക്ക് പോകുമ്പോൾ എല്ലാവരും ഇന്നും മാവും സിനിമക്ക് ആയിരിക്കും. പക്ഷെ സിനിമ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പഠിക്കലും പിന്നെ എൻ്റെ കഥയിൽ വന്നോന്നില്ല പേടി. ഇല്ല, നമ്മളിപ്പോൾ വാഴ കാണാൻ പോകുമ്പോൾ വരെ നമ്മൾ അത് കാണുമ്പോൾ കൂടി നമ്മൾ അതിലുള്ള സാധ്യതകൾ അങ്ങനെയല്ല നമ്മൾ ഇതിലിങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പടം. അതിനൊരു 3-ാം ഭാഗം വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഒരു സ്റ്റോറി ഞാൻ ഇരിക്കുന്നില്ല പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭയങ്കര ഇത് സ്റ്റോറി ആയിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അതിൽ ഹാപ്പി മൂമെന്റ് എങ്ങനെ ഉണ്ടാവും, ആൾക്കാർക്ക് എങ്ങനെ ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ, നമ്മളെ കഥ നമുക്കത് അടിപൊളി, അത് ആൾക്കാർക്ക് അടിപൊളിയായി വരുമ്പോൾ ഇതാവും. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മളത് ഓക്കെ എന്നല്ല, അത് ഇഷ്ടപ്പെടുമെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. എന്താ പറഞ്ഞത് എവിടെയോ പോയി നിനക്കെന്നെ അറിയാം. പക്ഷെ വേറെ ഉണ്ട്, നമ്മളൊരു കാര്യം ഒരു ഐഡിയ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്നതും എന്നാൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയും കൂടെയാ. അത് നെഗറ്റീവായാലും പോസിറ്റീവായിട്ട് ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ അവിടെ നിന്ന് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നതും നമുക്ക് ലൈഫ് ബെറ്റർ ആണ് നമ്മുടെ കരിയറിൽ. ഇവരാ തന്നെ
ഓരോ കാര്യം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കവി പറയാം നന്നായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ചില സമയത്ത് നമ്മൾ ടയർഡ് ആവുമല്ലോ ഇതെല്ലാം ചെയ്ത്. അപ്പോൾ നമ്മൾ തോള് തട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടാവൂലേ പിന്നെ ആരൊക്കെ ഉണ്ട് നമ്മളെ അലമുറയുന്ന പോലെ വിജയോട്ടാവില്ല പിന്നെ ആര് എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ അമ്മയായാലും എല്ലാവരും നല്ല അനുവല്ലോ മാമനായിട്ടില്ല പിന്നെ ആര് ആ ഒരു ഭയങ്കര ഇപ്പൊ കഥ കിട്ടാണ്ടല്ലോ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഋത്തിക്കായിരിക്കും കിട്ടറായിരിക്കും അത് ചില ഇത് ചെയ്യട്ടല്ലോ. പക്ഷെ അല്ല കുട്ടികളല്ല കളിക്കാൻ വേണ്ടി അച്ഛൻ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു രക്ഷപ്പെട്ടല്ലോ. അപ്പൊ എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാണ് അപ്പം പറഞ്ഞിട്ടെ കഥ അങ്ങനെ പറയുമ്പോലെ പെട്ടെന്ന് അത് വരുത്താ വരുന്നു. പക്ഷെ നിങ്ങളുടെ അഭിനയം കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എന്ത് രസമായിട്ട് അഭിനയിക്കണേ, ആ ക്യാരക്ടറായിട്ട് മാറും. അത് ഇവരാന്ന് പറയേണ്ടത്, അത് ഇവരാന്ന് പറയണ്ടേ അതിന് പിന്നില്